എനിക്കുണ്ട് അതേ പ്രായമുള്ളൊരു അനിയനെ. പക്ഷെ എനിക്ക് ആ അമ്മ കരയണ കണ്ടിട്ടെ എനിക്ക് വിശ്വസിച്ച് പറയാൻ ഒരാളില്ല. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ആ കുട്ടീൻ്റെ വീട്ടിലൊന്ന് പോകണം. സാമ്പത്തികമായിട്ട് തീരെ ഇല്ലാത്തൊരു ഇതാണെന്ന് ഞാൻ അവിടെ യൂട്യൂബിൽ കമൻ്റൊക്കെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. എന്റെ പൊന്നു പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. കുന്നത്തൂർ സ്വദേശിയായ ഹരികൃഷ്ണൻ മരുത്തടിയിലെ തന്റെ അമ്മ വീട്ടിൽ ഉത്സവം ആഘോഷിക്കാൻ എത്തിയതാണ്. ആ സമയത്താണ് ആൾക്കൂട്ടം യാതൊരു പ്രകോപനവുമില്ലാതെ മർദ്ദിച്ചത് എന്നുള്ളതാണ്. വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്ക് വേണ്ടി ഘോരഘോരം സംസാരിക്കുന്നവർ എവിടെ, ഉസ്താദിന്റെ ഹരികൃഷ്ണന്റെ കുടുംബത്തോട് ചെയ്തത്. ഓക്കെ, ഹരികൃഷ്ണൻ എന്ന് പറയുന്ന ഏതോ ഒരു ആളാണ്. ഓക്കെ, ആ ഒരു കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട്. നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കൊല്ലത്ത് വെച്ച് മരണപ്പെട്ട ഒരു പയ്യന്റെ കഥ. മരണപ്പെടുകയല്ലായിരുന്നു, ആ കുഞ്ഞിനെ അതിദാരുണമായിട്ട് വിറക് കമ്പി വെച്ച് തലയ്ക്ക് അടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതായത് കൂട്ടമർദ്ദനം എന്ന് തന്നെ നമുക്ക് പറയാം. അമ്പല കമ്മിറ്റിക്കാരാണ് ഇതിന്റെ അകത്ത് പ്രതികൾ. 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ആ ഒരു വാർത്ത വന്ന് ഒരു ദിവസം അതിൽ കൂടുതൽ ആ വാർത്ത വന്നില്ല. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെട്ടില്ല. ആ കുടുംബ അതെ, കൂടുതലൊന്നും ചർച്ച ചെയ്തില്ല. കാരണം മാധ്യമ പ്രവർത്തകർക്ക് എന്തെങ്കിലും കിട്ടിക്കാണും. അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വർഗീയതയും മറ്റും മതി. ഓക്കെ, അവിഹിതം അങ്ങനത്തെ കാര്യമെങ്കിൽ അവര് ഒരു മാസം വിട്ടിട്ട് ഓട്ടിക്കും വാർത്ത. ഓക്കെ, നല്ല ഇതേപോലുള്ള കാര്യങ്ങളൊന്നും ഇങ്ങനെ ജസ്റ്റ് ഒരു ദിവസം പറഞ്ഞു മറഞ്ഞു പോകും. എന്ത് സംഭവിച്ചു പിന്നീട് എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ആരും തിരക്കുന്നില്ല. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ കുടുംബത്തിൽ ഉണ്ടായ ഒരു അനുഭവം, അതായത് അവിടെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് സംഭവിച്ചത്. ആ കുഞ്ഞ് നല്ലൊരു വൃത്തിക്ക് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. നാട്ടുകാർക്കെല്ലാം നല്ലത് മാത്രമേ ആ കുട്ടിയെക്കുറിച്ച് പറയാനുള്ളൂ. ആ പയ്യനെയാണ് കുറെ നാറുകളും ചേർന്ന് വിറക് കമ്പ് വെച്ച് അടിച്ച് കൊലപ്പെടുത്തിയത്. വളരെ സങ്കടം തരുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു അത്. ഇപ്പോഴിതാ ആ ഒരു സങ്കടം കണ്ട ഒരു വീട്ടമ്മ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, അൻസാരി സുഹാരി എന്ന് പറയുന്ന ഒരു ഉസ്താദ്. അദ്ദേഹം എല്ലാ കാര്യത്തെക്കുറിച്ചും പ്രതികരിക്കുന്നതും ഒക്കെ ഒരാളാണ്. എല്ലാ വിഷയത്തെക്കുറിച്ചും ഒക്കെ പ്രതികരിക്കും. അദ്ദേഹത്തിന്റെ മനസ്സിൽ സഹജീവികളോടുള്ള ഒരു ഒരു അനുകമ്പ, എളിമ, അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഈ വീട്ടമ്മയുടെ വോയിസ് കേൾക്കുകയും അവിടെ പോയി ഈ പറയുന്ന 18 വയസ്സുള്ള മകന്റെ വീട്ടിൽ പോയി അവരുടെ കാര്യവിവരങ്ങൾ അപ്പൊ എന്തോ കാര്യവിവരങ്ങളൊക്കെ അന്വേഷിച്ച് എന്തോ നല്ലതൊക്കെ ചെയ്ത് എന്തൊക്കെയോ വാങ്ങിക്കൊടുത്ത് എന്തൊക്കെയോ നടത്തിക്കൊണ്ട്. ഓക്കെ, നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. തിരക്കി അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു വന്ന ഒരു ഉസ്താദാണ്. എനിക്ക് ആ മനുഷ്യനോട് വളരെയധികം റെസ്പെക്ട് തോന്നി. ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് ഒന്ന് അറിയിക്കണമെന്ന് എനിക്ക് തോന്നി. കാരണം ഇങ്ങനെ ചെയ്യുന്നവരൊക്കെ ചുരുക്കമാണ്. ഹിന്ദുത്വ അതെ, എന്തായാലും സർക്കാരും ഇടപെട്ട് എന്തെങ്കിലുമൊക്കെ മാനനഷ്ടം കൊടുക്കണം. ഓക്കെ, ഒരു 10-50 ലക്ഷമൊക്കെ കൊടുത്തിട്ട് നല്ല ശിക്ഷ കൊടുക്കണം പ്രതികൾക്ക്. ഹിന്ദുക്കൾക്ക് വേണ്ടി ഘോരഘോരം സംസാരിച്ച് അങ്ങനെയൊക്കെ നടക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നീട് എന്ത് സംഭവിച്ചു ആ കുടുംബത്തിന് എന്ന് തിരക്കാത്ത എത്രയോ പേരുണ്ട്. മീഡിയക്കാരൊക്കെ അന്നത്തെ ദിവസം വാർത്തയാക്കി ചിത്രീകരിച്ചതല്ലാതെ പിന്നെ ആ കുടുംബത്തെ കുറിച്ച് തിരക്കിയിട്ടില്ല. അത് നിങ്ങൾക്കറിയാം. എന്തായാലും ഈ ഹരികുമാറിനെ കുറിച്ചുള്ള വാർത്ത നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന ഉസ്താദ് അവിടെ പോയ കാര്യവും ആ വീട്ടമ്മ പറയുന്ന കാര്യവും ഞാൻ നിങ്ങളെ കേൾപ്പിക്കും. കൊല്ലത്തേക്കാണ് മരുത്തടി ക്ഷേത്രോത്സവത്തിനിടെ ക്രൂരമർദ്ദനത്തിനിരയായ വിദ്യാർത്ഥി മരിച്ചു. കുന്നത്തൂർ ഐവർക്കാല സ്വദേശി ഹരികൃഷ്ണനാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. ക്രൂരാക്രമണത്തെ തുടർന്ന് വിദ്യാർത്ഥിക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചിരുന്നു. കേസിൽ 6 പേർ പിടിയിലായി. 5 ദിവസം മുന്നെയാണ് മരുത്തടി ഐവർക്കാല മഹാഗണപതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ 18 വയസ്സുകാരനായ പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥിനിയായ ഹരികൃഷ്ണന് ആൾക്കൂട്ട മർദ്ദനമേൽക്കേണ്ടി വരുന്നത്. കുന്നത്തൂർ സ്വദേശിയായ ഹരികൃഷ്ണൻ മരുത്തടിയിലെ തന്റെ അമ്മ വീട്ടിൽ ഉത്സവം ആഘോഷിക്കാൻ എത്തിയതാണ്. ആ സമയത്താണ് ആൾക്കൂട്ടം യാതൊരു പ്രകോപനവുമില്ലാതെ മർദ്ദിച്ചത് എന്നുള്ളതാണ് കുടുംബത്തിന്റെ പരാതിയായി വരികയും ചെയ്യുന്നത്. ഇതിൽ മർദ്ദനമേറ്റ ഹരികൃഷ്ണൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അതിനുശേഷം ഇന്നാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. അതിൽ കുടുംബത്തിന്റെ ആദ്യഘട്ടത്തിലുള്ള പരാതി എന്ന് പറയുന്നത് ഈ ഉത്സവപ്പറമ്പ് കേട്ടല്ലോ നിങ്ങൾ. അങ്ങനെ ആശുപത്രിയിലെ ചികിത്സയിൽ ഇരിക്കുമ്പോഴാണ് ആ പയ്യൻ മരണപ്പെടുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് അവിടെ ശവസംസ്കാര ചടങ്ങിന്റെ ആ സമയത്ത് നിങ്ങൾ നോക്കണമായിരുന്നു, തലയിൽ കൂടെ അപ്പോഴും ഈ രക്തം വാർന്നൊലിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിദാരുണമായിട്ടാണ് നാറികൾ ആ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കിയത്. ഓക്കെ,
എന്താണ് പ്രശ്നം? ഏതോ ഒരു സംഭവം ഞാൻ അറിഞ്ഞായിരുന്നു, എന്തോ ആരെയോ അമ്മയെ എന്തോ പറഞ്ഞു, അങ്ങനെ ചോദിക്കാൻ പോയി ആരോ അടിച്ചു, അതാണോ ഈ സംഭവം? എന്തായാലും ഈ ഒരു വീട്ടിലേക്ക്, ഇവരുടെ വീട്ടിലേക്ക് ഈ പറയുന്ന ഉസ്താദ് പോകുന്നുണ്ട്. പോകാനുള്ള കാരണം ഒരു വീട്ടമ്മ വിളിച്ച് ഈ ഉസ്താദിനോട് പറയുന്ന ഒരു വോയിസും ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ അമ്മമാര് അവർ എത്രമാത്രം സങ്കടപ്പെട്ട് കാണും. കാരണം അവരുടെ മക്കളുടെ ഏജേ ഉള്ള ആ പയ്യന്, പഠിക്കുന്ന ഒരു കുട്ടി, നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയാണ് നരഭോജികൾ ഇല്ലാണ്ടാക്കി കളഞ്ഞത്. അമ്മമാർക്കൊക്കെ എന്താ പറയാ, കുറച്ചുനാൾ കഴിയുമ്പോൾ അവന്മാരെ എന്താ പറയാ ശമ്പളവും കൊടുത്തിട്ട് അവരെ പറഞ്ഞു വിടും. എന്നാൽ ഈ കുടുംബത്തിന്റെ കാര്യം ആരും ചിന്തിക്കുന്നില്ല. നാളെ ആ കുടുംബത്തിന് അത്താണിയാകേണ്ട ഒരു പയ്യനെയാണ് അവന്മാര് ഇല്ലാണ്ടാക്കിയത്. എന്തായാലും ഈ പറയുന്ന അൻസാരി ഉസ്താദ് ഇട്ട ആ വീഡിയോയുടെ ഭാഗങ്ങളൊന്ന് കേട്ടു നോക്ക്. ആ അമ്മ പറയുന്ന കാര്യം ഒന്ന് കേട്ടു നോക്ക്. പ്രിയപ്പെട്ട കൂട്ടുകാരൻ ജയപ്രകാശിനോടൊപ്പം ഹരികൃഷ്ണന്റെ വീട്ടിലേക്കുള്ള യാത്രയാണ്. ഇവിടെ ഈ ഹരികൃഷ്ണൻ എന്ന് പറയുന്ന പയ്യന്റെ അമ്മയുടെ ആ കരച്ചില് സത്യത്തിൽ കേട്ടു നിൽക്കാൻ പറ്റത്തില്ല. അതുപോലെ അവർ അന്ന് ആ മകനെ കണ്ട് അലറി വിളിക്കുകയായിരുന്നു. അപ്പൊ അത് കണ്ടു നിൽക്കുന്ന അമ്മമാർക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും? ഞാൻ എന്റെ അഭിപ്രായം പറയട്ടോ. ഉസ്താദ് ഹരികൃഷ്ണൻ എന്തായാലും നല്ലൊരു കാര്യം ചെയ്തു, ഈ ഒരു വോയിസ് ഇട്ട ആൾ. ഓക്കെ, കാരണം അവർക്ക് മക്കൾ കാണും, അവർക്കറിയാം ആ ഒരു സങ്കടം. ഒരു വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു നിങ്ങളെ പേജിൽ? എനിക്കുണ്ട് അതേ പ്രായമുള്ള ഒരു അനിയനെ. പക്ഷെ എനിക്ക് ആ അമ്മ കരയണ കണ്ടിട്ടെ എനിക്ക് വിശ്വസിച്ച് പറയാൻ ഒരാളില്ല. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ആ കുട്ടീൻ്റെ വീട്ടിലൊന്ന് പോകണം. സാമ്പത്തികമായിട്ട് തീരെ ഇല്ലാത്തൊരു ഇതാണ്. ഞാൻ അവിടെ യൂട്യൂബിൽ കമൻ്റൊക്കെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. ആ അമ്മ കരയണതൊക്കെ കണ്ടിട്ട് ഒരു സുഖമില്ലേ എന്നോട് പറയണം തോന്നി. കൂടെപ്പുറപ്പ് പോയ മാതിരി. അന്യമതസ്ഥനാണ്, എന്നാലും അത് കേൾക്കുമെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സംസാരിക്കണം ആ പെരിയിൽ. എന്നിട്ട് ആ അച്ഛൻ്റെ അമ്മേൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്തെങ്കിലും ഒന്ന് എത്തിക്കണം. അപ്പോൾ പോണ ഉസ്താദ്, കാരണം എനിക്കൊരു സമാധാനമില്ല. ഞാൻ ഉറങ്ങിയിട്ടില്ല അത് കഴിഞ്ഞതിന് ശേഷം. ആരോട് പറയാൻ വയ്യ. ഈ എന്തിനാ അതിൻ്റെ ടെൻഷനാണെന്ന് എല്ലാവരും ചോദിക്കണേ. ആ ചെക്കനെ തന്നെ ഉറക്കത്ത് കാണുന്നത്, കൺമുന്നിൽ നിന്ന് പോവുമല്ല. പിന്നെ അമ്മയും ഏതും ഞാനിങ്ങനെ കാണലില്ല. പക്ഷെ ഇത് മനസ്സിന്ന് പോവല്ല. നല്ല നല്ല നടപടികൾ എടുക്കണം, കുറ്റവാളികൾക്ക് നല്ല ശിക്ഷ തന്നെ കിട്ടട്ടെ. എന്തായാലും ആ കുട്ടി പോയി. ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കണം. നിങ്ങളെ കൊണ്ട് എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടല്ല, പക്ഷെ അത് അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കാൻ നിങ്ങളൊരു കാരണമായാൽ ആയിട്ടുള്ള പ്രാർത്ഥനയിൽ എന്നും നിങ്ങളുണ്ടാവും. ഇവിടെ ഈ ഉമ്മ പറഞ്ഞ കാര്യം കേട്ടോ, വളരെ സങ്കടം തോന്നി. സത്യം പറഞ്ഞുകൊണ്ടല്ലോ, ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് സങ്കടവും അതോടൊപ്പം തന്നെ സന്തോഷവും തോന്നി. എനിക്ക് ഈ പറയുന്ന ഉസ്താദിന് ഇങ്ങനെ ഒരു കാര്യം ഉസ്താദ് ചെയ്തതോ കണ്ടപ്പോൾ ഉസ്താദിനോട് എനിക്ക് ബഹുമാനം തോന്നി. ഇതൊന്നും പലരും ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങളാണ്, പലരും ചെയ്യില്ല. അതെ അതെ, പലരും ചെയ്യില്ല. പക്ഷെ എന്തായാലും ഇത്രയും ഉത്സവ കമ്മിറ്റിയുടെ ഇടയിൽ അടിച്ചതല്ലേ, അപ്പം ഇത്രയും ആൾക്കാരുണ്ടായിട്ടും പിടിച്ചു മാറ്റാനായിട്ട് ആരും വന്നില്ല എന്നതാണ് അതിലും മികച്ചരുത്. കാരണം അവർക്ക് വ്യൂസും അതുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ പൊടിയും തട്ടി അവരങ്ങ് പോകും. ഇങ്ങനെയുള്ള കണ്ടന്റുകൾ പലരും എടുക്കത്തുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള കണ്ടന്റുകൾ എടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക, മറ്റേ മോണിറ്റൈസേഷൻ ഒന്നും എനേബിൾ ആവത്തില്ല. അതുകൊണ്ട് തന്നെ പലരും എടുക്കത്തുമില്ല. എന്നാൽ ഇദ്ദേഹം പോയിട്ട് ആ വീട്ടിൽ അവരുടെ അച്ഛനോടും ഈ മകന്റെ അച്ഛനോടും അതോടൊപ്പം തന്നെ അമ്മയോടൊക്കെ സംസാരിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു. അതുമാത്രമല്ല ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അക്കൗണ്ട് ഡീറ്റെയിലും ഒക്കെ അദ്ദേഹം ഷെയർ ചെയ്യുന്നുണ്ട്. എന്തായാലും എനിക്ക് ആ ഉസ്താദിനോട് വളരെയധികം ബഹുമാനം തോന്നുന്നുണ്ട്. എന്തായാലും അതെ അതെ, ഉസ്താദിനോട് ബഹുമാനം തോന്നുന്നുണ്ട്. ഇതേപോലെ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. അതേപോലെ തന്നെ എന്തായാലും ഇത്രയും ആൾക്കാർ അവിടെ ഉത്സവത്തിനുണ്ടായിരുന്നിട്ട് ആരും പിടിച്ചു മാറ്റാനില്ലായിരുന്നു എന്ന് പറഞ്ഞത് അതൊരു വലിയ കഷ്ടമായി പോയി ഗയ്സ്. അദ്ദേഹം പറയുന്ന ബാക്കി കാര്യം കേട്ടു. സത്യം പറഞ്ഞാൽ ഹരികൃഷ്ണന്റെ വീട്ടിലേക്ക് ചെന്ന് കയറിയപ്പം അമ്മയുടെ നിസ്സഹായ അവസ്ഥ, ദയനീയത, ഒരു കൈക്ക് അവർക്ക് സ്വാധീനമില്ല. അച്ഛനാണെങ്കിൽ രോഗാതുരനാണ്, ഉറച്ചിങ്ങനെ നിൽക്കുക. ആ അച്ഛൻ്റെ അമ്മയുടെയും 2 മക്കളിൽ ഇളയമോൻ വളരെ പുന്നാരിച്ച് വളർത്തിയതാണ്. 18 വയസ്സ് വരെ നെഞ്ചോട് ചേർത്ത് ഓമനിച്ചു കൊണ്ടുപോയ മകൻ. അവൻ നന്നായിട്ട് പഠിക്കും, അവനക്ക് ഒരുപാട് മാർക്ക് കിട്ടി, ഒരുപാട് സമ്മാനങ്ങൾ കിട്ടി. പകല് പഠിക്കാൻ പോവുകയും വൈകുന്നേര സമയങ്ങളിൽ തൊഴിൽ എടുക്കാൻ പോവുകയും അങ്ങനെ 2 ആൺമക്കൾ കൂടിയാണ് ആ കുടുംബം പോറ്റിക്കൊണ്ടിരുന്നത്. ക്ഷേത്രോത്സവത്തിനിടെ ഉണ്ടായ ചില തർക്കത്തിൽ അവന്റെ സമപ്രായക്കാരല്ല, അവനേക്കാൾ മുതിർന്ന 50-60 വയസ്സുള്ള മനസ്സിൽ നന്മയുടെ കാരുണ്യത്തിന്റെ ലെവലേശം ഇല്ലാത്ത മനുഷ്യര് വിറക് പൊട്ടിക്കൊണ്ട് തലക്കടിച്ചു എന്ന് മാത്രമല്ല, ആ കൊല്ലപ്പെട്ട ഹരികൃഷ്ണന്റെ മൃതദേഹം കണ്ടോ എന്റെ പൊന്നു പ്രേക്ഷകരെ? ഇവിടെ ഇവന്മാരെ ചെയ്യുന്നത് അടുപ്പത്ത് വെക്കാൻ ഉപയോഗിക്കുന്ന വിറവ് കഷ്ണം വെച്ച് അവന്റെ തലക്കിട്ട് അടിക്കുകയാണ്. അത് ചെറിയ പിള്ളേരൊന്നുമല്ല, നല്ല പ്രായമുള്ള അവന്മാർക്കും ഉണ്ട്, ഇതുപോലെയുള്ള പിള്ളേര് ഉണ്ട്. സംഭവം എന്താണ് കറക്റ്റ് കാര്യം? എന്തിനാണ് അടിച്ചത്? എന്നിട്ടാണ് ആ നാറികൾ അത് ചെയ്തത്. സത്യം പറയാമല്ലോ, എനിക്ക് വീഡിയോ കണ്ടിട്ട് വളരെയധികം വിഷമം തോന്നി.
ആ അച്ഛന്റെ അമ്മയുടെയൊക്കെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇല്ല, ആ കൊല്ലപ്പെട്ട ഹരികൃഷ്ണന്റെ മൃതദേഹം ഇങ്ങനെ കിടക്കുമ്പോൾ ആ മൃതദേഹത്തിന്റെ തലയിൽ നിന്ന് വരെ രക്തസ്രാവം അവസാനിക്കാതെയാണ് ആ പാവപ്പെട്ട 18 വയസ്സുള്ള പൊന്നുമോനെ അടക്കം ചെയ്തത്. ഞാൻ ഹരികൃഷ്ണന്റെ വീട്ടിലാണ് അച്ഛനും അമ്മയൊക്കെ സംസാരിച്ചു. സത്യം പറഞ്ഞാൽ വാക്കുകൾ മുറിഞ്ഞു പോവുകയാണ്. 18 വയസ്സ് വരെ ഓമനിച്ച് വളർത്തിയ ഒരു മകൻ നിഷ്ഠൂരമായി കാപാലികർ കൊലപ്പെടുത്തിയിട്ടു. നമ്മുടെ നാട്ടിലെ അധികാരികൾ, നമ്മുടെ നാട്ടിൽ പണമുള്ളവൻ, സ്വാധീനമുള്ളവൻ, രാഷ്ട്രീയ പിടിപാടുള്ളവർക്ക് അവരുടെ വാർത്തകൾക്ക് വാല്യുള്ളൂ. അല്ലാതെ എത്ര ദിവസം ചർച്ചയുണ്ടായി? ഒരു ദിവസത്തെ ആയുസ് ഉണ്ടായോ? കോട്ടെ 24 മണിക്കൂർ വേണ്ട, ഒരു 10 മണിക്കൂർ ആ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച ഉണ്ടായോ? അവനവന്റെ സ്വന്തം മതത്തിന് വേണ്ടി, അതിന്റെ നിലനിൽപ്പിന് വേണ്ടി ഉണരാനും ഉണർത്താനും ഒക്കെ നടക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് ഈ വിഷയത്തിൽ സംസാരിക്കാൻ തോന്നില്ല? അതാണ് പൊളിറ്റിക്സ് അല്ലേ? അല്ലേ? പലരെ ഉണർത്തണമെന്ന് പറയും, പക്ഷെ ഹരികൃഷ്ണന് വേണ്ടി സംസാരിക്കാൻ ഒരാളുമില്ല. സത്യമാണ്, ആ ചർച്ച എങ്ങും കൊണ്ടെത്തിച്ചില്ല. ഒരു ദിവസം ആർക്കാണ്ടോ വേണ്ടി ഒന്ന് ചർച്ച ചെയ്തു. ഇല്ല എങ്കിൽ അന്തിച്ചർച്ച എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ വിഷയം എടുത്ത് ചർച്ച ചെയ്യും? രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒക്കെ മറ്റേ എന്താ അവർക്ക് അവിഹിതം മതി ഗൈസ്. അവിഹിതം പറഞ്ഞാൽ കുറച്ചുപേര് കൂടുതലുണ്ടാവും എന്നാണ് അവരുടേത്. അതുകൊണ്ട് അവരത് മാത്രം ചർച്ച ചെയ്യും. ഇതേപോലുള്ള കാര്യങ്ങൾ ഇഷ്ടം പോലെ നടക്കുന്നുണ്ടാവും. അതൊക്കെ സൈഡ് വഴി അങ്ങ് പൊക്കോണ്ടിരിക്കും. ചെറുതായിട്ടൊന്ന് പറഞ്ഞു വിടും. ഇതെന്ന് പറഞ്ഞുകൊണ്ട് എത്ര നാള് ചർച്ച ചെയ്തു? ഗണേശിന്റെ അവിഹിതം എത്ര നാള് ചർച്ച ചെയ്തു? അതുപോലെ തന്നെ എന്തൊക്കെ വിഷയങ്ങൾ അനാവശ്യമായിട്ട് ഇവർ ചർച്ച ചെയ്യാൻ എടുക്കുന്നു. ഇവിടെ ഈ കൊച്ചിന്റെ വിഷയത്തെ കുറിച്ച് ഇവര് ഒറ്റ ദിവസം കൊണ്ട് അത് നിർത്തി. കാരണം എന്താണ്? അവർക്ക് അതുകൊണ്ട് നേട്ടമില്ല. നേട്ടം ഉണ്ടാകുമായിരുന്നു. കാരണം ഈ മരിച്ചത് രണ്ടും ഒരേ ഇതാണല്ലോ. അതുകൊണ്ട് അവരിങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് രണ്ട് ജാതി ആയിരുന്നെങ്കിൽ ഇവര് അതിട്ട് അലക്കിയേനെ ഒരു മാസം വരെ. ഒരു അടി ഉണ്ടാക്കിയേനെ. വർഗീയത, ഇതൊക്കെയാണ് ഇവന്മാരെ മെയിൻ ചർച്ച എന്ന് പറയുന്നത്. ഓക്കെ, ഇതിപ്പോ ചെറുതായിട്ട് പറഞ്ഞു വിട്ടു. വേണ്ടി ഇവരെന്ത് ചെയ്യും? അങ്ങ് ഒഴിഞ്ഞു കൊടുക്കും. അതാണ് അവർ ചെയ്യുന്നത്. എന്നാൽ ഇവർക്ക് എന്താണ് വേണ്ടത്? അവിഹിതം അങ്ങനെയുള്ള വാർത്തകളോടാണ് കൂടുതൽ താല്പര്യം. ഇവിടെ ഈ കുടുംബം, ഈ കുഞ്ഞ്, ഇതിനെക്കുറിച്ചൊന്നും അവർക്കും ചിന്തയില്ല. അതാണ് അവരുടെയൊക്കെ മാധ്യമധർമ്മം എന്ന് പറയുന്നത്. കഷ്ടം. ഒരാളുമില്ല. ഒരു ദിവസം മാത്രം നീണ്ടു നിന്ന ഒരു ചർച്ച അത് ഒഴിവാക്കി കളഞ്ഞതാണ്. കാരണം ഇതേപോലെ 18 വയസ്സ്, ഉസ്താദ് പറഞ്ഞ പോലെ 18 വയസ്സുള്ള ഒരു പയ്യനെ ആറ്റുനോറ്റ് അച്ഛനും അമ്മയും കൈവെള്ളം കൊണ്ട് നടന്ന ഒരു ഉറുമ്പ് പോലും അതിനെ മറ്റുള്ള പോറൽ പോലും ഏൽക്കാതെ മുന്നോട്ട് കൊണ്ട് ഇത്രയും വളർത്തി വലുതാക്കി ആ ഒരു പയ്യനെ ഇല്ലാണ്ടാക്കിയപ്പോൾ ആ അച്ഛൻ്റെ അമ്മയെ കണ്ണുനീരിന് എവിടെ പോയി സമാധാനം പറയും? എനിക്ക് ഒന്നേ ഉള്ളൂ പറയാൻ. ഇപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം, അധികാരികൾ ഇതിന് തക്കതായ ഒരു നടപടിയെടുത്ത്, അതെ, അധികാരികൾ തക്ക നടപടിയെടുത്ത് നല്ല രീതിക്ക് ഒരു ശിക്ഷ കൊടുക്കണം. അവർക്ക് ഇവർക്ക് നല്ല ശിക്ഷ തന്നെ മേടിച്ചു കൊടുക്കണം. ഈ സമൂഹത്തിന് മുന്നിൽ കൊടുക്കാൻ പറ്റുന്നതിനപ്പുറം അവർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കണമെന്ന് മാത്രമാണ് അവരെ വായിൽ നിന്ന് വരുന്നൊരു വാക്കുണ്ട്, ഈ അച്ഛൻ്റെ അമ്മയുടെ. അതായത് ഞങ്ങൾ നിസ്സഹായരാണ്. തീർച്ചയായിട്ടും ഞങ്ങളെ കൊണ്ട് അതായത് വളരെ ദുർബലർ, ഒരു പിടിപാടുമില്ലാത്ത, ഒരു ജോലിയില്ലാത്ത, നല്ല വരുമാനമില്ലാത്ത ഒരു കുടുംബം എന്ത് ചെയ്യാനാണ്? തന്റെ മകൻ പോയി, വരുമാനമില്ല, തന്റെ മകൻ പോയി. അപ്പൊ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവരോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്, എന്തെങ്കിലും തരത്തിൽ ആ കുടുംബത്തെ സഹായിക്കാൻ കഴിയുമെങ്കിൽ ഈ കാണുന്ന നമ്പർ ഗൂഗിൾ പേ എന്ന് പറയുന്നത്, ഇതിനകത്ത് എന്തെങ്കിലും സഹായിക്കാൻ കഴിയും ചെയ്യുക. അല്ലെങ്കിൽ അവരെ നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ടിട്ട് ആ കുട്ടിയുടെ ജ്യേഷ്ഠനാണ്, അവനെ വിളിച്ചിട്ട് എന്തെങ്കിലും സഹായം വാഗ്ദാനം ചെയ്യാൻ കഴിയുന്നത് അങ്ങനെ ചെയ്തു കൊടുക്കുക. കാരണം ഈ അവസരത്തിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ സൽക്കർമ്മം ഇതായിരിക്കും. ഈ കുടുംബത്തിന് വലിയൊരു ആശ്വാസമായിരിക്കും. അത്രയും പ്രയാസകരമായി ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അപ്പോഴേ ഞാൻ പോയി കേട്ടാ, വിഷമിക്കണ്ട കേട്ടാ, സെറ്റാവും. എന്റെ പൊന്നു പ്രേക്ഷകരെ, ആ അച്ഛന്റെ ആ ഇരിപ്പ് കണ്ടോ? അദ്ദേഹത്തിന്റെ കൈ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്കോ വയ്യ. ആ കുടുംബത്തെ നോക്കുന്നത് ഈ ചേട്ടനും അനിയനോടായിരുന്നു. ആ വീട്ടിലെ ഒരു പൈതല് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ. എൻ്റെ അനിയനാണെങ്കിൽ അതെങ്ങനെയായിരിക്കും? നിങ്ങളുടെ ഓരോരുത്തരുടെ അനിയന്മാര് ആരെങ്കിൽ എങ്ങനെയായിരിക്കും? ചേട്ടന്മാരാണെങ്കിൽ എങ്ങനെയായിരിക്കും? മക്കളാണെങ്കിൽ എങ്ങനെയായിരിക്കും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ആ ദുഷ്ടന്മാർ ആ കൊച്ചിനെ ഇല്ലാണ്ടാക്കിയത് വളരെ സങ്കടം തോന്നുന്നു. എൻ്റെ പൊന്നു പ്രേക്ഷകരെ, വളരെ സങ്കടം തോന്നുന്നുണ്ട്. എന്താണ് അവന്മാർ ചെയ്തത്? ആ വിറവ് കഷ്ണം എടുത്തിട്ട് ആ കൊച്ചിന്റെ തലക്കിട്ടടിക്കാൻ അവന്മാർക്ക് തോന്നിയ ആ ഒരു ഇതുണ്ടല്ലോ. ഓക്കെ, അടിച്ചു എന്ന് പറയുന്നത് എന്തിനാണെന്ന് പറയൂ. എന്താണ് പ്രശ്നം? ഇവിടെ ആ ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ ആ അടക്ക സമയത്ത് ആ കൊച്ചിന്റെ തലേന്ന് പിന്നെയും രക്തസ്രാവം വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. എൻ്റെ പൊന്ന് പ്രേക്ഷകരെ, ആ കൊച്ചിന്റെ അക്കൗണ്ട് നമ്പർ ഒക്കെ ഈ ഉസ്താദ് ഇട്ടിട്ടുണ്ട്. നിങ്ങളെ കൊണ്ട് കഴിയാവുന്നതൊക്കെ ആ കുടുംബത്തിന് ഒരു സഹായം ചെയ്തു കൊടുക്കുക. നിങ്ങളെ കൊണ്ട് കഴിയുന്നത്, നിങ്ങളൊക്കെ വലിയ പണക്കാരോ എന്താ പറയാ വലിയ കാശുള്ള ആൾക്കാരോ ഒന്നും അല്ലെന്ന് എനിക്കറിയാം. നിങ്ങളെ കൊണ്ട് കഴിയുന്ന 5 10 എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആസ്തിക്ക് അനുസരിച്ച് നിങ്ങൾ സഹായം ചെയ്തു കൊടുക്കുക ആ കുടുംബത്തിന് പറ്റുമെങ്കിൽ.
ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. ഈ ഉസ്താദിന്റെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് വളരെയധികം വിഷമം തോന്നി. നമ്മൾ ഇങ്ങനെയുള്ളവരെയൊക്കെയാണ് സഹായിക്കുന്നത്. 5 ദിവസം മുന്നെയാണ് മരുത്തടി ഐവർക്കാല മഹാഗണപതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ 18 വയസ്സുകാരനായ പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥിനിയായ ഹരികൃഷ്ണന് ആൾക്കൂട്ട മർദ്ദനമേൽക്കേണ്ടി വരുന്നത്. കുന്നത്തൂർ സ്വദേശിയായ ഹരികൃഷ്ണൻ മരുത്തടിയിലെ തന്റെ അമ്മ വീട്ടിൽ ഉത്സവം ആഘോഷിക്കാൻ എത്തിയതാണ്. ആ സമയത്താണ് ആൾക്കൂട്ടം യാതൊരു പ്രകോപനവുമില്ലാതെ മർദ്ദിച്ചത് എന്നുള്ളതാണ് കുടുംബത്തിന്റെ പരാതിയായി വരികയും ചെയ്യുന്നത്. ഇതിൽ മർദ്ദനമേറ്റ ഹരികൃഷ്ണൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അതിനുശേഷം ഇന്നാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. അതിൽ കുടുംബത്തിന്റെ ആദ്യഘട്ടത്തിലുള്ള പരാതി എന്ന് പറയുന്നത് ഈ ഉത്സവപ്പറമ്പിൽ വെച്ച് യാതൊരു പ്രകോപനവുമില്ലാതെ 6ലധികം വരുന്ന ആളുകൾ ചേർന്ന് മർദ്ദിച്ചു എന്നുള്ളതാണ്. പിന്നീട് ഒരു വീഡിയോ ദൃശ്യം പുറത്തു വരുന്നു. ഈ വീഡിയോ ദൃശ്യത്തിലാണ് ഈ ഒരു മർദ്ദനത്തിന്റെ വ്യാപ്തി പുറം ലോകം അറിയുകയും ചെയ്യുന്നത്. അതിൽ കൊല്ലട എന്ന് ആക്രോശിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരനെ മർദ്ദിക്കുന്ന ഒരു ആൾക്കൂട്ടം, അതുപോലെ തന്നെ മരത്തടി കൊണ്ടാണ് മുഖ്യപ്രതി ഹരികൃഷ്ണന്റെ തലക്കടിച്ച് ഗുരുതരമായ പരിക്കേൽപ്പിക്കുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സംഭവം അപ്പം യാതൊരു പ്രകോപനവും ഇല്ലാതെ വെറുതെ അടിച്ചിരിക്കുന്നു. ഓക്കെ, ഏതോ അമ്പലത്തിലെ ഉത്സവത്തിന് യാതൊരു പ്രകോപനവും ഇല്ലാതെ വെറുതെ അടിച്ചിരിക്കുകയാണ്. ഇതെന്താണ് കേരളം തന്നെ ഇത്? അതാ UP ആയിട്ട് മാറിയോ ഇവിടം? എന്തായാലും ഒരാൾ പോയി വെറുതെ ആരൊക്കെയോ ഇടയ്ക്കൂടെ കൊല്ലടാ എന്നും പറയുന്നുണ്ട്. ഇതാണ് കേരളം. ഇപ്പൊ ഇങ്ങനെയായി മാറിയിരിക്കുന്നു. RSSന്റെ കയ്യിൽ വന്ന ഇതല്ല, ഇതിന്റെ അപ്പുറവും ആവും. അതുകൊണ്ട് BJP ഒരിക്കലും ജയിക്കാതിരിക്കുക. ഓക്കെ, സോ നിങ്ങൾ എന്നെ നോക്കി വോട്ട് ചെയ്യുക. വോട്ടൊക്കെ വരെയല്ലേ. സോ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെയുള്ള വീഡിയോസുമായി അടുത്ത് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ഗൈസ്. അതേപോലെ തന്നെ നിങ്ങൾ എല്ലാവരും തന്നെ ഈ ഒരു വീഡിയോയിലെ QR കോഡും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്, ഈ ഒരു ഹരികൃഷ്ണന്റെ കുടുംബത്തിന്റെ. സോ അതിലോട്ട് നിങ്ങൾക്ക് പറ്റുന്ന സംഭാവന ചെയ്യുക. ഓക്കെ, അപ്പം വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.